നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 14 ലോക വൃക്ക ദിനം. വൃക്കരോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണുള്ളത്. വൃക്കരോഗങ്ങൾ എങ്ങനെ തടയാം? വൃക്കകളെ എങ്ങനെ സംരക്ഷിക്കാം? ചികിത്സാ മാർഗങ്ങൾ എന്ത്? സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ നെഫ്രോളജിസ്റ്റും RMOയുമായ ഡോക്ടർ SS ജോയിയാണ്. ലണ്ടൻ റോയൽ സ്കൂൾ ഓഫ് ഫിസിഷ്യൻസിലെ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് കൂടിയാണ് ഡോക്ടർ. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രേക്ഷകർക്ക് സംശയ നിവാരണത്തിനായി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ, ഇന്ന് ലോക വൃക്ക ദിനമാണല്ലോ, എന്താണ് ഈ വർഷത്തെ മെസ്സേജ്? ഈ വർഷത്തെ മെസ്സേജ് കിഡ്നി ഹെൽത്ത് ഫോർ ഓൾ, എല്ലാവർക്കും വൃക്കയുടെ ആരോഗ്യം പൂർണ്ണമാകട്ടെ എന്നുള്ള രീതിയിലാണ്. എല്ലാവർക്കും വൃക്കരോഗത്തിനുള്ള ചികിത്സ പ്രാപ്തമാകട്ടെ. അതുപോലെ തന്നെ മെഡിസിൻസ് എല്ലാം അവൈലബിൾ ആകട്ടെ. എക്കണോമിക് ബാലൻസ് ഇല്ലാതെ തന്നെ എല്ലാവർക്കും ഒരുപോലെ ചികിത്സ ലഭ്യമാകുന്നു. ഒപ്റ്റിമൈസേഷൻ ഓഫ് മെഡിസിൻസ്, ഇത് 3 മെസ്സേജ് കൂടി ചേർത്താണ് ഇത്തവണ കിഡ്നി ഹെൽത്ത് ഫോർ ആൾ, എല്ലാവർക്കും വൃക്കയുടെ ആരോഗ്യം ഉണ്ടാവട്ടെ. അതാണ് ഇത്തവണത്തെ മെസ്സേജ്. ഡോക്ടർ, അതുപോലെ തന്നെ വൃക്കരോഗങ്ങൾ ഇപ്പോൾ കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ, പ്രത്യേകിച്ചും യുവജനങ്ങളിൽ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? വൃക്കരോഗം പൊതുവിൽ വളരെ കൂടുതലായി കണ്ടെത്തപ്പെടുകയാണ്. വൃക്കരോഗം കൂടുന്നതിനുള്ള കാരണങ്ങൾ അതിനടിസ്ഥാനമായ കാരണങ്ങളിലൂന്നിയാണ്. അതിനടിസ്ഥാനമായ കാരണങ്ങളെന്ന് പറയുമ്പോൾ ഇന്ത്യയിലായാലും ലോകമെമ്പാടുമായാലും ഏകദേശം 851 മില്യൺ രോഗികളുണ്ട്. ഈ രോഗികൾ ഇത്രയും വർദ്ധിക്കുന്നതിനുള്ള അടിസ്ഥാനമായ 2 അസുഖങ്ങളാണ് പ്രധാനപ്പെട്ടത്. മറ്റ് പല കാരണങ്ങളുണ്ടെങ്കിലും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഡയബറ്റീസാണ്. അതുപോലെ തന്നെ ഒരു 30 മുതൽ 40% വരെ പ്രഷറും. 50 മുതൽ 60% അടുത്ത് നിൽക്കുന്നു ഡയബറ്റീസ്. അപ്പോൾ യുവാക്കളിലും ഈ രോഗം, ലൈഫ് സ്റ്റൈൽ ഡിസീസ് യുവാക്കളിൽ ഇന്നത്തെ പ്രത്യേക തരത്തിലുള്ള ആഹാര രീതി, പ്രധാനമായും സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് യുവാക്കളിൽ ഈ അസുഖം കൂടുതലെന്ന് പറയപ്പെടുന്നത്. ഡോക്ടർ, ഈ വൃക്കകളെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഏതെല്ലാമാണ്? വൃക്കകളുടെ രോഗത്തെ പെട്ടെന്നുണ്ടാകുന്ന വൃക്കരോഗം, അക്യൂട്ട് ഡിസീസ്, ക്രോണിക് ഡിസീസ്, ഇത് 2ആയിട്ടാണ് പ്രധാനമായി തിരിക്കുന്നത്. മറ്റ് നെഫ്രൈറ്റിസുകൾ, പലതരത്തിലുള്ള ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ഡിസീസ്, കിഡ്നി സ്റ്റോൺസ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും പ്രധാനമായിട്ട് അക്യൂട്ടും രണ്ടാമത്തത് ക്രോണിക്കും, ഇങ്ങനെ 2 തരത്തിലാണ് തിരിച്ചിരിക്കുന്നത്. ക്രോണിക് എന്ന് വെച്ചാൽ ഒരുപാട് വർഷം കൊണ്ട് ഉണ്ടാകുന്നത്, മറ്റത് പെട്ടെന്നുണ്ടാകുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ വൃക്കരോഗങ്ങൾ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാമാണ്? മുൻപ് പറഞ്ഞല്ലോ, ഡയബറ്റീസും പ്രഷറും ഒക്കെ ഇതിനൊരു കാരണമാകുന്നു. എത്രത്തോളം ഇത് കാരണമാകുന്നുണ്ട്? അതുപോലെ ഇതല്ലാതെ മറ്റെന്തൊക്കെ വൃക്കരോഗങ്ങൾക്ക് കാരണമാകും? വൃക്കരോഗത്തിന് കാരണം നമുക്ക് ഡയബറ്റീസിനെ പറ്റി പറയാം. ആദ്യം ഡയബറ്റീസ് ഒരുപാട് വർഷം അൺകൺട്രോൾഡ് ആയിരിക്കുമ്പോഴത്തേക്ക് ഡയബറ്റീസിൽ തന്നെ രോഗം ബാധിക്കുന്നത് മൈക്രോവാസ്കുലറായിട്ട് 2ആയിട്ട് തരംതിരിക്കേണ്ടി വരും. മൈക്രോവാസ്കുലർ ആദ്യത്തെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. മൈക്രോവാസ്കുലർ എന്ന് പറഞ്ഞാൽ ചെറിയ ഞരമ്പുകളെ പോലും ബാധിക്കുന്ന രീതിയിൽ ഡയബറ്റീസ് അൺകൺട്രോൾഡായിട്ട് വർഷങ്ങൾ പിന്തുടരുമ്പോൾ ന്യൂറോപ്പതി, നെഫ്രോപ്പതി, അതുപോലുള്ള സിംറ്റംസ്. ആദ്യമേ ഉള്ള മാക്രോവാസ്കുലർ എന്ന് പറയുമ്പോൾ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് മാതിരി കാര്യങ്ങൾ നേരത്തെ തന്നെ അത് കാണപ്പെടാൻ സാധിക്കും. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരിച്ചറിയാനായിട്ട് ഒരുപാട് വർഷം എടുക്കുമെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഇതിൻ്റെ പ്രത്യേകത. അക്യൂട്ട് കിഡ്നി ഡിസീസ് പെട്ടെന്നുണ്ടാകുന്നതാണ്, പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും, പെട്ടെന്ന് പോകുന്നതിൽ തടസ്സം ഉണ്ടാകും. അതിന് പ്രത്യേകിച്ച് കുറച്ച് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ്. ചിലപ്പോൾ മരുന്നുകൾ കൂടെ ഉണ്ടാകുന്നതായിരിക്കാം, നിർജ്ജലീകരണം കൊണ്ടുണ്ടാകുന്നതായിരിക്കാം. അതൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറക്റ്റ് ചെയ്ത് വിടാനും പറ്റും. പക്ഷേ ക്രോണിക് ഡിസീസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് വർഷം പിന്നിട്ടുകൊണ്ട് 10-15 വർഷം കൊണ്ടുണ്ടാകുന്ന ഗുരുതരമായ വൃക്കരോഗം, വൃക്കസ്തംഭനത്തിൽ അവസാനിക്കുന്ന വൃക്കരോഗം, അതിനെ ക്രോണിക് CKD എന്ന് പറയും.
അതിനുണ്ടാകുന്ന പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ ഡയബറ്റീസും പ്രഷറുമാണ്. ഡയബറ്റീസ് വന്നിട്ട് വലിയ രക്തക്കുഴലിനെയും ചെറിയ രക്തക്കുഴലിനെയും ഞരമ്പുകളെയും ഒക്കെ ബാധിക്കുന്ന സിറ്റുവേഷൻ എത്തുമ്പോൾ കിഡ്നിയുടെ നെഫ്രോൺസിൽ ഒരു 5 സ്റ്റേജായിട്ട് നെഫ്രോൺസിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ്. ആദ്യത്തെ 3 സ്റ്റേജിൽ പ്രകടമായ ലക്ഷണങ്ങൾ പൊതുവിൽ കുറവായിരിക്കും. അവസാനത്തെ 2 സ്റ്റേജിൽ GFR എന്ന് പറയും, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. ആ റേറ്റിൽ എസ്റ്റിമേറ്റഡ് GFR എന്ന് ഡോക്ടർമാർ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒക്കെയുടെ പ്രവർത്തനം അസസ് ചെയ്ത് പോയില്ലെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതമായ വൃക്കസ്തംഭനത്തിലോട്ടെത്തും. അത് നെഫ്രോൺസ് ആദ്യം വീങ്ങുകയും കട്ടിപിടിക്കുകയും, ഈ നെഫ്രോൺസ് എന്ന് വെച്ചാൽ അരിപ്പകളാണ്. ഈ അരിപ്പകളാണ് അരിച്ച് വേസ്റ്റ് പ്രോഡക്ട്സിനെയും രക്തത്തിലുള്ള വെള്ളത്തെ അരിച്ച് പോകുന്നതാണ്. ആ അരിപ്പകളുടെ വലിപ്പം വലുതാകുകയും ഉണങ്ങി പൊടിഞ്ഞ് അതിനകത്ത് മൊത്തത്തിൽ കൂടെ പോകുന്ന മൈക്രോ ആൽബുമിൻ എന്ന് പറയുന്ന കണിക ഉണ്ടാവും. ഈ മൈക്രോ ആൽബുമിൻ എന്ന കണിക വന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ക്രിയാറ്റിൻ നമുക്ക് അളവിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഇത്രയും പീരീഡ് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് കിഡ്നി ഹെൽത്ത് ഫോർ ഓൾ, ഒപ്റ്റിമൈസേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് എല്ലാവർക്കും ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ ചികിത്സ ലഭ്യമാക്കുക. സാധാരണ രീതിയിൽ നമ്മൾ ഒരു ഡയബറ്റീസിന് മരുന്ന് കഴിക്കാത്തവർ ആരും ചുരുക്കമായിരിക്കും ഇപ്പോൾ. അതുപോലെ തന്നെ പ്രഷറിന് മരുന്ന് കഴിക്കാത്തൊരു ചുരുക്കമായിരിക്കും. ഒപ്റ്റിമൈസ് ചെയ്യണം. അതിനകത്ത് ഏത് മരുന്ന് ആർക്കാണ് അവരുടെ ബോഡിയുടെ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് ചികിത്സിച്ചാൽ മാത്രമേ ഫലവത്തിലാവുകയുള്ളൂ. അപ്പോൾ അത് അറിഞ്ഞ് ചികിത്സിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ടെസ്റ്റുകളുണ്ട്. മൈക്രോ ആൽബുമിൻ ടെസ്റ്റുണ്ട്, HbA1c ടെസ്റ്റുണ്ട്. അപ്പോൾ ഷുഗറിൻ്റെ കൺട്രോളായാലും വൃക്കയുടെ നാശത്തിൻ്റെ കണക്കുകൂട്ടലായാലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. വീട്ടിൽ ചെറിയ ചിലവിൽ ചെയ്യാവുന്ന ഒരു ടെസ്റ്റുണ്ട്. ഒരു തുള്ളി യൂറിൻ എടുത്ത് മൂത്രം എടുത്തിട്ട് ഒരു ഗ്ലാസ് ലൈനിൽ വെച്ചിട്ട് ഒരു മെഴുകുതിരി വെച്ച് ചൂടായ ഒരു വൈറ്റ് പാച്ച് വരും. അത് ആൽബുമിനാണ്. അത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സ്ക്രീനിങ് മെത്തേഡ്സ് 6 മാസം കൂടുമ്പോൾ ഈ ഡയബറ്റീസ് രോഗികൾ HbA1c ആയാലും മൈക്രോ ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, കണ്ണൂരിൽ നിന്നുമാണ്. ഡോക്ടറോട് ചോദിക്കാം. ചോദിച്ചോളൂ. ഹലോ. ആ, കേൾക്കുന്നുണ്ട്. ഡോക്ടറല്ലേ? ഡോക്ടറെ, അതെ. പിത്താശയത്തിലെ കല്ല്, അത് 9 mm ഇപ്പൊ ഉള്ളത്. അപ്പൊ അതിപ്പോ ഇംഗ്ലീഷിൽ മരുന്നില്ല, ഇപ്പം നാടൻ മരുന്ന് ഇങ്ങനെ കുടിച്ചിട്ട് അത് പോകുന്നില്ല. അല്ല, പിത്താശയത്തിലെ കല്ല് വ്യത്യസ്ത വിഷയമാണ്. എന്നാലും ഞാൻ പറയാം. പിത്താശയത്തിലെ കല്ല് അലിയാനുള്ള മരുന്നുണ്ട്. ബാക്കിയുള്ളത് സർജനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സർജനെ കണ്ടിട്ട്, ഒരു ഗ്യാസ്ട്രോ സർജനെയോ ജനറൽ സർജനെയോ കണ്ടിട്ട് അത് അൾട്രാസൗണ്ടോ സ്കാനോ ഒന്ന് നോക്കി കൃത്യപ്പെടുത്തേണ്ടതാണ്. കൃത്യമായ ചികിത്സ ലഭ്യമാവും. അത് കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമല്ല. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന വൃക്കരോഗങ്ങളെ എങ്ങനെയൊക്കെ തടയാം? ജീവിതശൈലിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മൾ വരുത്തേണ്ടത്? ഇപ്പോൾ ഭക്ഷണമായാലും വ്യായാമമായാലും എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം? നോർമലായിട്ടുള്ളൊരു മനുഷ്യൻ നന്നായിട്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കുക, എക്സസൈസ് ചെയ്യുക, സ്മോക്ക് ചെയ്യാതിരിക്കുക, ഭക്ഷണക്രമത്തിൽ ആരോഗ്യകരമായ ഭക്ഷണ രീതിയുണ്ട്. ആ ഭക്ഷണ രീതിയിലുള്ള ആഹാരം സെലക്ട് ചെയ്ത് അമിതമായ മദ്യപാനം, പിന്നെ പുകവലി, അതുപോലെ മീറ്റ്, പ്രോട്ടീൻ ഡയറ്റ് നല്ലതാണെങ്കിലും ഹൈ പ്രോട്ടീൻ ഡയറ്റ് നല്ലതല്ല, ഫാറ്റി ഡയറ്റ്സ്. അപ്പോൾ അതെല്ലാം വെജിറ്റബിൾസ് കൂട്ടിക്കൊണ്ട്, ഫ്രൂട്ട്സ് കൂട്ടിക്കൊണ്ട്, ബെറീസ് കൂട്ടിക്കൊണ്ട്, അങ്ങനെയുള്ള ആഹാരത്തിൻ്റെ ക്രമം, നല്ല രീതിയിലുള്ള ഭക്ഷണക്രമം, എക്സസൈസ്, വെള്ളം കൃത്യ അളവിൽ കുടിക്കുക, ഈ ആരോഗ്യ പരിപാലനം. പിന്നെ ഒരു അസുഖങ്ങൾ വരുന്നത് നേരത്തെ തിരിച്ചറിയൽ, ഡയബറ്റീസ്, പ്രഷർ. ഇപ്പം നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ വയ്ക്കുമ്പോഴത്തേക്ക് ഡയബറ്റീസും പ്രഷറും കോമൺ ആണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ ഏർലി ഡിറ്റക്ഷൻ ചെയ്യുക.
നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ ഉള്ള ഒരു 6 മാസം കൂടുമ്പോൾ, എല്ലാവർക്കും 6 മാസം കൂടുമ്പോൾ ടെസ്റ്റിന് ആവശ്യം വരുന്നില്ല. എന്നാലും ഡയബറ്റീസിൻ്റെ ഹിസ്റ്ററിയുള്ള ഫാമിലിയിലാണെങ്കിൽ അത് തീർച്ചയായിട്ടും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് വൃക്കരോഗം തടയാനായിട്ട് നമുക്ക് അറിയാവുന്ന വരുന്ന കാരണങ്ങളുണ്ട്, അറിഞ്ഞുകൂടാതെ വരുന്ന കാരണങ്ങളുണ്ട്. ഫുഡ് വളരെ സെലക്ട് ചെയ്ത് ഉപയോഗിക്കുക. ഫുഡിൻ്റെ വളരെ ഫുഡാണ് പ്രധാനപ്പെട്ട ഘടകം. നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വേണ്ട മോഡിഫിക്കേഷൻ നമുക്ക് വ്യായാമം ലക്ഷ്യമായിട്ട് വേണം. അപ്പോൾ അതെല്ലാം പാലിക്കുന്നവർക്ക് മാത്രമേ ആരോഗ്യമുള്ള വൃക്ക കാണുള്ളൂ. ആരോഗ്യമുള്ള വൃക്ക കാണണമെങ്കിൽ ഡയബറ്റീസും പ്രഷറും ഉള്ള ഫാമിലി ആണെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സാ വശങ്ങൾ വ്യക്തമായി ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ എങ്ങനെ സമീപിച്ച് വേണ്ടി വന്നാൽ, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ MBBS ഡോക്ടറെ അടുത്ത് പോവുകയാണെങ്കിൽ പോലും അതിന് പ്രതിപാദിച്ചിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. അത് കൃത്യമായിട്ട് പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ PSCകളിൽ വരും, ഇപ്പോൾ വീട്ടിൽ പോലും ആൾ വന്ന് BP എടുക്കുമല്ലോ, ഷുഗർ നോക്കുമല്ലോ. അപ്പോൾ 3 മാസം കൂടുമ്പോൾ HbA1c ടെസ്റ്റ് ചെയ്യുന്നതിന് വലിയ തടസ്സമില്ല. ഇത് കിഡ്നിയുടെ ആരോഗ്യത്തിന് വേണ്ടി, കിഡ്നി നമ്മുടെ ശരീരത്തിലെ ഒരു അവയവമാണ്. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും സംരക്ഷിക്കുന്ന കൂട്ടത്തിൽ കിഡ്നി ഒരു എൻഡ് ഓർഗനാണ്. അപ്പോൾ അത് വളരെ സൂക്ഷിക്കേണ്ടത്. ഡോക്ടർ, നമ്മോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. തിരുവല്ലയിൽ നിന്നും എബ്രഹാമാണ്. എബ്രഹാം, ഡോക്ടറോട് ചോദിക്കാം. പറയൂ. ഹലോ ഹലോ ചോദിച്ചോളൂ. എബ്രഹാം, ഡോക്ടറോട് ചോദിച്ചോളൂ. തിരുവല്ലയിൽ നിന്ന് വിളിക്കുകയാണേ. എന്താ? തിരുവല്ലയിൽ നിന്ന് ആ, പറയൂ. എനിക്ക് 2 ദിവസമായി മൂത്രം പോകുന്നില്ലായിരുന്നേ. മൂത്രം പോയാലും ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയായിരുന്നേ. ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ സ്കാൻ എടുപ്പിച്ചു. അപ്പൊ 4 mm വലിപ്പമുള്ള കല്ല, 4 mm. ശരി. അപ്പൊ മരുന്നൊക്കെ തന്നു വിട്ടു. ശരി. മരുന്ന് കഴിക്കുക. മൂത്രമൊക്കെ പോകുന്നുണ്ട്, മലം ഇപ്പം പോകുന്നുണ്ട്. ശരി. ചെറിയൊരു വേദനയുണ്ട്, ചെറിയൊരു പെയിൻ. വെള്ളം കൃത്യമായിട്ട് കുടിക്കുക. വെള്ളം ഇഷ്ടം പോലെ കുടിക്കുന്നുണ്ട്. ശരി. പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ കുറച്ചു മുൻപേ ഭക്ഷണത്തെക്കുറിച്ചും അതുപോലെ തന്നെ വ്യായാമത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചല്ലോ. എന്തെങ്കിലും പ്രത്യേക ഭക്ഷ്യവസ്തു ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തേണ്ടതോ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതോ ആയുണ്ടോ? അല്ല, അത് നമ്മൾ സാധാരണ ഒരു വൃക്കരോഗിയെ പറ്റിയാണെങ്കിൽ, വൃക്കരോഗിക്ക് പ്രത്യേകിച്ച് ഒരു ഡയറ്റുണ്ട്. ലോ പ്രോട്ടീൻ ഡയറ്റുണ്ട്. വൃക്കരോഗി ക്രോണിക് CKD വന്നു കഴിഞ്ഞതിന് ശേഷം. അതാണ് സാധാരണ മനുഷ്യർക്കാണെങ്കിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഒരു 40%, അങ്ങനെ പ്രോട്ടീൻ, ഫാറ്റ് നിശ്ചിത അളവിൽ ഉള്ളൊരു ഡയറ്റാണ്. അത് ഓരോരുത്തരുടെ BMI നോക്കിയിട്ട് അതിനുള്ള ഡയറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഡോക്ടർ, നമ്മോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. ചേർത്തലയിൽ നിന്നും ബിജു ആണ്. ബിജു, ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ. സാറേ, എനിക്ക് 22 വയസ്സായപ്പോ ഷുഗർ വന്നു. കേൾക്കുന്നില്ല. 22ാമത്തെ വയസ്സിൽ ഷുഗർ വന്നാണ്. ഇൻസുലിൻ എടുക്കുന്ന ഓമസ്റ്റാഡ് ആണ് എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ചെറിയ മദ്യപാനം ഉണ്ട് സ്വല്പം. ഇപ്പൊ 46 വയസ്സായി. അപ്പൊ ഇപ്പൊ വേറെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണവും തളർച്ചയാണ്. ഇപ്പൊ ഷുഗർ കൺട്രോൾ തന്നെയാണ് പോണത്. 140. HbA1c നോക്കിയിട്ടുണ്ടോ? ഞാൻ നോക്കിയായിരുന്നു. അത് 7.5 വരുന്നുണ്ട്. അതിൻ്റെ കൂടെ മദ്യപാനം കൂടെ ആകുമ്പോ എല്ലാം കീഴ്മേൽ മറിയില്ലേ? അതിന്റെ ഒരു ഇതാണ്. അപ്പൊ അതൊരു ഇതിനകത്ത് നമ്മൾ ഈ കിഡ്നിയുടെ ഫങ്ഷൻ നോക്കണമെങ്കിൽ അത് എന്തിലേക്ക് നമ്മൾ നോക്കണം സാർ? എത്ര വയസ്സുണ്ട്? 46 46. ഇതുവരെ ഒന്നും നോക്കിയിട്ടില്ല? HbA രണ്ട് മൂന്ന് പ്രാവശ്യം നോക്കിയായിരുന്നു. ഇവിടുത്തെ അരുൺ ഡോക്ടറിനെ കാണിച്ചോണ്ടിരിക്കണം. ഷുഗർ വന്നിട്ട് എത്ര വർഷമായി? 46 പോയിട്ട് 10-23 വർഷം ആയിട്ടുണ്ട്. മൈക്രോ ആൽബുമിൻ നോക്കുക, ക്രിയാറ്റിൻ നോക്കുക. നമുക്ക് പുതുതായിട്ട് കാണുമ്പോഴത്തേക്കും കൂടെ
പിന്നെ മൊത്തത്തിലുള്ള ബ്ലഡ് നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഈ ക്ഷീണം തളർച്ച ഇതിന്റെ വല്ല ഭാഗമായിട്ട് നമുക്ക് 15 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒന്ന് ക്രിയാറ്റിൻ മോണിറ്റർ ചെയ്യണം. ആണല്ലേ? മുഖത്തൊക്കെ ചെറുതായിട്ട് നീരൊക്കെ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ ഒരു മുഖത്തൊരു കണ്ണിന് താഴെയായിട്ടൊക്കെ ചെറിയതായിട്ടൊരു നീര് വരുന്നു. ക്രിയാറ്റിൻ എന്തായാലും നോക്കണം. ക്രിയാറ്റിൻ നോക്കാം. അത് ക്രിയാറ്റിൻ എന്തോ എത്ര വരെ പറയാ? അല്ല 1.1 1.2 എത്രയാവും അതുവരെ മാക്സിമം. പിന്നെ ഇതിനിടക്ക് കഴിക്കുന്നുണ്ട്. പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ വൃക്കരോഗങ്ങൾ എങ്ങനെ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാം? എന്തെല്ലാം ലക്ഷണങ്ങളാവും ശരീരം കാണിക്കുക? പൊതുവിൽ പറഞ്ഞാൽ ഒരു ലക്ഷണവും കാണിക്കില്ല എന്നുള്ളതാണ് ആദ്യത്തെ 3 സ്റ്റേജിൽ. ആദ്യത്തെ ഒരു സ്റ്റേജിൽ ഫസ്റ്റ് GFRൻ്റെ സ്റ്റേജ് വെച്ചിട്ട് നോക്കുമ്പോൾ പ്രത്യേകിച്ച് വലിയ ലക്ഷണങ്ങളൊന്നും കാണാറില്ല. പിന്നെ പൊതുവിൽ പറഞ്ഞാൽ ഒരു ക്ഷീണം വരാം, നോസിയ വോമിറ്റിംഗ് വരാം, ഓർക്കാനും ഛർദിയും തോന്നാം, പിന്നെ മസിൽ പിടുത്തം വരാം, ചൊറിച്ചിൽ വരാം, കണ്ണിൻ്റെ വശത്ത് താഴ്വശത്ത് ചെറിയ നീര് പോലെ കാണാം, പിന്നെ കാലിൽ നീര് വരാം, ശ്വാസം മുട്ട് ചെറുതായിട്ട് തോന്നാം. ഇതൊക്കെയാണ് പ്രാഥമിക ലക്ഷണങ്ങളായിട്ട് കാണുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും തിരിച്ചറിയുന്നത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും. അതുകൊണ്ട് ആ സ്ക്രീനിങ്ങാണ് ഞാൻ നേരത്തെ പ്രതിപാദിച്ച പോലെ മൈക്രോ ആൽബുമിൻ സ്ക്രീനിങ്ങാണ് പ്രായോഗികത ഉള്ളത്. ഒരു ഡിപ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മൈക്രോ ആൽബുമിൻ കണ്ടു തുടങ്ങിയാൽ വൃക്കനാശം തുടങ്ങിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ നെഫ്രോൺസ് പൊടിഞ്ഞ് താഴോട്ട് വരുന്നുണ്ട്, അതിൻ്റെ പാളികൾ പൊളിഞ്ഞ് താഴോട്ട് വരുന്നുണ്ട്. അതിൻ്റെ പാളികൾ വരുന്നത് നേരത്തെ കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമ്മൾ ചികിത്സിക്കുന്നത് നേരെ വൃക്കയല്ല, അതിന് കാരണമാകുന്ന അസുഖങ്ങളെയാണ്. അതുപോലെ തന്നെയാണ് പ്രഷർ. ഈ 2 അസുഖം നിയന്ത്രിക്കാൻ സാധിച്ചാൽ മറ്റസുഖങ്ങൾ നമുക്ക് ഇമ്മ്യൂണി മോഡുലേറ്റഡ് ആണെങ്കിലും ഇൻഫ്ലമേഷൻ ആണെങ്കിലും ഒക്കെ അത് പ്രത്യേക ചികിത്സയാണ്. ഈ 2 അസുഖങ്ങൾ നമുക്ക് അതിൽ കിഡ്നിയിലെ സ്റ്റോൺ, ഇതൊക്കെ ആദ്യം തന്നെ നമ്മൾ ആഹാരക്രമത്തിൽ കിഡ്നിയിലെ സ്റ്റോൺ പല ടൈപ്പുണ്ട്, 3-4 ടൈപ്പുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ചിട്ട് ഭക്ഷണ ക്രമീകരണവും അതിൻ്റെ ചികിത്സയും ചെയ്തു കഴിഞ്ഞാൽ കിഡ്നിയുടെ നാശം, വൃക്കനാശം സംഭവിക്കുന്നതിനുള്ള മൂലകാരണങ്ങൾ, അതിലാണ് ചികിത്സ ആവശ്യം. ഡോക്ടർ, അതുപോലെ തന്നെ യൂറിനിൽ കളറ് മാറ്റം, അതുപോലെ ചെറിയ പത പോലെ വരിക, ഇതൊക്കെയും കിഡ്നി രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണോ? യൂറിനിൽ പത സാധാരണഗതിയിൽ കാണുന്നതാണ്. ഇപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോഴത്തേക്കും പത വരും. ഈ പത വരുന്നത് ആണ് ഞാൻ ഇത്രയും ആൽബുമിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പത വരുന്ന ലക്ഷണങ്ങളാണ് ആൽബുമിൻ്റെ സ്ക്രീനിങ് ആദ്യമേ തുടങ്ങണമെന്ന് പറഞ്ഞ് ഈ പത ഉദ്ദേശിച്ചിട്ടാണ്. ശരി ഡോക്ടർ. ഡോക്ടർ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എന്തെല്ലാം നൂതന ചികിത്സാ മാർഗങ്ങളാണ് ഇപ്പോൾ വൃക്കരോഗവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത്, അല്ലെങ്കിൽ എന്തെല്ലാം സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്? വൃക്കരോഗ ചികിത്സയ്ക്ക് പ്രധാനപ്പെട്ടത് ഇപ്പോൾ ക്രിയാറ്റിൻ്റെ അളവ് ഒരു നിശ്ചിത അളവ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് രക്തം ശുദ്ധീകരിച്ചേ പറ്റുള്ളൂ. വൃക്കയുടെ പ്രവർത്തനം, വൃക്ക ചെയ്യുന്ന എല്ലാം നമുക്ക് ഡയാലിസിസ് എന്ന പ്രക്രിയയിൽ കൂടി ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഡയാലിസിസ് പലതരത്തിലുണ്ട്. ഒന്ന് ഹീമോ ഡയാലിസിസ്, അത് പേഷ്യൻ്റ് ഏകദേശം 4 മണിക്കൂറോളം ഡയാലിസിസ് റൂമിൽ വെയിറ്റ് ചെയ്തുകൊണ്ട് മിഷൻ അസിസ്റ്റഡ് ഡയാലിസിസ്. പിന്നെ ഉള്ളത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. പെരിറ്റോണിയം ഒരു ഫിൽട്ടറായി കൊണ്ട് ഈ അബ്ഡോമിനിലെ രക്തക്കുഴലുകളിൽ കൂടി വരുന്ന രക്തം ഡയാലിസിസ് ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് ഡയാലിസിസ് ചെയ്യുന്നതിനാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. അത് തന്നെ ഓട്ടോമേറ്റഡ് സൈക്ലർ മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള ഓട്ടോമേറ്റഡ് ഉണ്ട്. കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത് വീടുകളിലൊക്കെ ചെയ്യാവുന്ന ഡയാലിസിസ് ഉണ്ട്. അത് ഗവൺമെൻറ് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
കുറച്ച് ചിലവേറിയ ചികിത്സയാണ്. പക്ഷേ അത് വീട്ടിൽ തന്നെ നമുക്ക് മറ്റ് ജോലികൾ എല്ലാം ചെയ്യുന്ന സമയത്ത് തന്നെ അതൊക്കെ ചെയ്യാവുന്നതാണ്. അതിനകത്ത് നിശ്ചിത സമയം ഈ ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്തൊരു കത്തീറ്റർ പോലെ ഒരു ഇത് നേരത്തെ ഫിക്സ് ചെയ്തിട്ട് ഡോക്ടർമാർ ഫിക്സ് ചെയ്തിട്ട് ഈ ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് കുറച്ച് നേരം നിർത്തിയിട്ട് അത് ഡ്രെയിൻ ചെയ്ത് കളയുമ്പോൾ ഈ രക്തത്തിലുള്ള ഈ അനാവശ്യമായ ലവണങ്ങളെല്ലാം അതിനകത്തുകൂടി ആ ഫ്ലൂയിഡിൽ കൂടി തുറന്നു വിടുമ്പോൾ അതങ്ങ് പോകും. ഇതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇത് വളരെ നന്നായിട്ട് ശക്തമായിട്ട് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ 3 ചികിത്സയാണ്. ഇപ്പോൾ ഇതിലൊക്കെ ആണെങ്കിൽ പോലും ഇതിൻ്റെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് റീപ്ലേസ്മെൻറ്റ് കിഡ്നി ട്രാൻസ്പ്ലാന്റാണ് ഇതിൻ്റെ ഒരു പോംവഴി. അതെല്ലാവർക്കും പറ്റിയില്ലെങ്കിലും പരമാവധി പേർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് ഡോണറെ കണ്ടെത്തുന്ന മുറയ്ക്ക് ഡോണറിൻ്റെ അവയവത്തുനിന്ന് ഒരു ഭാഗത്ത് ഒരു ഫിക്സ് ചെയ്ത് വെച്ച് രക്തക്കൊഴലുമായിട്ട് യോജിപ്പിക്കുന്ന യൂറിറ്ററുമായിട്ട് യോജിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഈ 3 ചികിത്സയാണ് പ്രധാനപ്പെട്ടത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്നൊരവസ്ഥയിലേക്ക് എത്തുന്നത് രോഗം എത്രത്തോളം ഗുരുതരമാകുമ്പോഴാണ്? അങ്ങനെയല്ല. ഒരു എൻ സ്റ്റേജ് റീനൽ ഡിസീസുള്ളവർക്ക് മറ്റ് ശാരീരികമായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വൃക്കയുടെ ഒരു ഓപ്പറേഷൻ താങ്ങാവുന്ന തരത്തിലുള്ള മെഡിക്കൽ ഫിറ്റ്നസ് ഉള്ളവർക്ക് ചെയ്യാവുന്ന ഒരു യഥാർത്ഥ ചികിത്സ ഒരു വൃക്കയ്ക്ക് പകരം മറ്റ് ഒരു വൃക്ക വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അത് ട്രാൻസ്പ്ലാന്റേഷനാണ് അതിൻ്റെ ചികിത്സ. മറ്റെല്ലാം ആർട്ടിഫിഷ്യലാണ്. ആർട്ടിഫിഷ്യൽ കിഡ്നി എന്നാണ് പറയുന്നത് ഡയാലിസിസ് മെഷീന്. അപ്പോൾ വൃക്ക തന്നെ ഒരു ഡോണറിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് വൃക്ക മാറ്റി വയ്ക്കുന്നതാണ്. ഇപ്പോൾ കടാവർന്ന് എടുക്കുന്നുണ്ട്, ബ്രെയിൻ ഡെത്തുള്ള പേഷ്യൻറ്റിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ വൃക്ക മാറ്റി വയ്ക്കുന്ന ചികിത്സയാണ് ഇതിനുള്ള പ്രതിവിധി. വൃക്കയ്ക്ക് പകരം വൃക്ക. അത് വളരെ ഇപ്പോൾ എഫക്റ്റീവായിട്ട് നടക്കുകയല്ലേ. ഡോക്ടർ, അതുപോലെ ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം റിസീവറും ഡോണറും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാവാം? അല്ല, രണ്ടുപേരുടെയും ഒരു വലിയ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. ഡോണർക്ക് സർജറിയായിട്ട് ബന്ധപ്പെട്ട ചികിത്സാ സംവിധാനങ്ങളും അവരെ ഡോക്ടർമാർ മോണിറ്റർ ചെയ്യും. അവരുടെ മറ്റേ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ എല്ലാം മോണിറ്റർ ചെയ്യുക. അത് കഴിഞ്ഞാൽ അവരുടെ കാര്യം കഴിഞ്ഞു. ഇത് കുറച്ച് ഒരു പുതിയ വേറൊരാളിൻ്റെ വൃക്ക സ്വീകരിക്കുന്ന ആൾക്ക് ഒരുപാട് സീരീസ് ഓഫ് ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട്. ആ തെറാപ്പിയിലൂടെ കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്തിട്ടുള്ള ചികിത്സയാണ് പോസ്റ്റ് ഇതായിട്ട് കൊടുക്കുന്നത്. നിരന്തരമായിട്ട് അവരുടെ ക്രിയാറ്റിൻ നോക്കുകയും ആ ആഴ്ചകളിൽ ഒരു ഷെഡ്യൂൾ വെച്ചിട്ട് അതിനുള്ള മരുന്നുകളുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ഇന്ന് ലോക വൃക്ക ദിനമാണല്ലോ. ഡോക്ടർക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ കഴിയുന്ന ഒരു സന്ദേശം എന്താണ്? അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഒരു ഡോക്ടർ എന്ന നിലയിൽ ഒരു ഉപദേശം നൽകാൻ കഴിയുന്നത് എന്താണ്? അല്ല, നമ്മുടെ വൃക്ക എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു രോഗമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ഇപ്പോൾ കാറിൻ്റെ ഒരു ടയർ പോലെ ഒരു എൻജിൻ പോലെ നമുക്ക് പറയാൻ സാധിക്കില്ല. മനുഷ്യ ശരീരത്തിൽ ഓരോ അവയവങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ്. അതിനകത്ത് നമ്മുടെ രക്തം ശുദ്ധീകരിച്ച് നമുക്ക് മറ്റ് പ്രയാസങ്ങളുണ്ടാവാതെ വളരെ സൂക്ഷിച്ചു പോകേണ്ട വൃക്കയെ സംരക്ഷിക്കണമെങ്കിൽ കുറച്ച് നാൾ മുമ്പേ നമ്മൾ സംരക്ഷണം തുടങ്ങണം. ആ സംരക്ഷണം പ്രധാനപ്പെട്ട 2 രോഗങ്ങളിലെങ്കിലും ശ്രദ്ധ കാണിച്ചാൽ നമ്മുടെ വൃക്ക 2 ലക്ഷത്തോളം വരുന്ന വൃക്ക രോഗികളുടെ ഉത്ഭവം നമുക്ക് ഇല്ലാതാക്കാം. അതുകൊണ്ട് നേരത്തെ ചികിത്സിക്കുക, നേരത്തെ ഡോക്ടർമാരെ കണ്ടെത്തുക, സ്വയം ചികിത്സിക്കാതിരിക്കുക, വേദന സംഹാരികൾ കഴിക്കാതിരിക്കുക, നിശ്ചിത അളവിൽ വെള്ളം കുടിക്കുക, ഏതെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ ഡോക്ടറെ സമീപിക്കുക, ഒറ്റയ്ക്ക് ചികിത്സിക്കരുത്. ഇന്ന് വൃക്കരോഗങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ചർച്ച ചെയ്തത്. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി നമ്മളോട് സംസാരിച്ചത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ നെഫ്രോളജിസ്റ്റും RMOയുമായ ഡോക്ടർ SS ജോയ് ആണ്. ഡോക്ടർ, നന്ദി. ഇത്തരത്തിൽ മറ്റൊരു വിഷയമായി ഹലോ ഡോക്ടറിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നമസ്കാരം.